അപ്പോൾ ഒരുപാട് പേര് ഒരു പാഷനായിട്ട് അല്ലെങ്കിൽ അത്രയും പ്രൊഫഷണൽ വൈസ് ആണ് ഈ ഒരു ഇതിലിട്ട് ഇറങ്ങുന്നത്. പക്ഷേ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മളുടെ ബിസിനസ് ചെയ്യണം എന്നൊരു സിറ്റുവേഷൻസ് കൊണ്ടാണ് നമ്മൾ വന്നത്. ഈ ഒരു ചെറിയ ജേർണിയിൽ തന്നെ മോർ ദാൻ 8,000 പീസ് വിറ്റിട്ട് അത്രയും സക്സസ് ആയിട്ട് നിൽക്കുന്ന കുർത്തി സ്റ്റോറീസിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ശ്രീദേവിയാണ് എൻ്റെ കൂടെ ഉള്ളത്. ചേച്ചി എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നേ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഇതല്ലായിരുന്നു. അതായത് ഫാഷൻ വൈസ് ആണെങ്കിലും പ്രൊഫഷണൽ വൈസ് ആണെങ്കിലും ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ അതിനിടയിൽ കിട്ടിയ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടപ്പിലോട്ട് വരുന്നത്. ടീച്ചിങ്ങും ബിസിനസ്സും തമ്മിൽ സത്യം പറഞ്ഞാൽ വലിയ ബന്ധമില്ല, നല്ല രണ്ടും രണ്ടിടത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിലോട്ട് എടുത്ത് കാല് വെക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കത്തില്ല? അത്യാവശ്യം നല്ല ടെൻഷനാണ്. പക്ഷേ നമ്മളിപ്പോൾ പേജിൽ കയറി നോക്കുമ്പം സാരീസിൻ്റെ കളക്ഷനാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ നമ്മുടെ പേജിൻ്റെ പേര് കുർത്ത സ്റ്റോറീസ്. അതെന്തായിരുന്നു കുർത്തയിൽ നിന്ന് സാരിയിലേക്ക് ഡൈവേർട്ട് ആയത്? അത് ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഒരു ഹറിബറി സിറ്റുവേഷനിൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തൊരു പേജാണ്. അതിൻ്റെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഡെയിലി വെയർ യൂസ് ചെയ്യുന്നത് കുർത്തീസ് ആണെന്ന ഒരു കോൺസെപ്റ്റിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ പേജിലെ ഫസ്റ്റ് പ്രോഡക്റ്റും കുർത്തീസ് തന്നെയായിരുന്നു. പിന്നെ അത് കുർത്തീസിൽ നിന്ന് നമ്മൾ ഫാബ്രിക്സിലോട്ട് പോയി. നമ്മൾ സാരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സാരീസിലോട്ട് മാത്രമായി നമ്മുടെ ഫോക്കസ് വരുന്നത്. കൂടുതൽ ആൾക്കാർക്ക് വരുന്നതും എൻക്വയറി വരുന്നതും ഒക്കെ നമുക്ക് സാരീസിൽ തന്നെയാണ്. ഹായ്, ഹലോ, നമസ്കാരം. ജാങ്കോ ബിസ്റ്റോക്കിൻ്റെ പുതിയൊരു ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിണി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഒരു ബിസിനസ് കോൺവെർസേഷന് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ക്ലോത്തിങ്. അതിൽ എസ്പെഷ്യലി നമുക്കിപ്പോൾ കുർത്ത ആയിക്കോട്ടെ, സാരി ആയിക്കോട്ടെ. പണ്ടൊക്കെ സാരി ഡെയിലി വെയർ ആയിട്ടൊക്കെ അത്ര ടീനേജേഴ്സ് യൂസ് ചെയ്യത്തില്ലെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം എങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ സാരിയൊക്കെ സ്റ്റൈൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് മാറിയിരിക്കുന്ന ഈ ഒരു ചെറിയ ജേർണിയിൽ തന്നെ മോർ ദാൻ 8,000 പീസ് വിറ്റിട്ട് അത്രയും സക്സസ് ആയിട്ട് നിൽക്കുന്ന കുർത്തി സ്റ്റോറീസിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ശ്രീദേവിയാണ് എൻ്റെ കൂടെ ഉള്ളത്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു സാധനമാണ്, പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ക്ലോത്തിങ്. എങ്ങനെ സ്റ്റൈൽ ചെയ്ത് പുതിയ രീതിയിൽ വരാമെന്നാണ് ആലോചിക്കുന്നത്. അതിനകത്ത് തന്നെ ഇപ്പം സാരി ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ്. കോളേജിലൊക്കെ വരുമ്പോൾ കുട്ടികൾ സാരി ഭയങ്കര ഭംഗിയായിട്ട് എടുത്തുകൊണ്ട് പോകാൻ ഇഷ്ടമുള്ളതുണ്ട്. ചേച്ചി എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നേ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഇതല്ലായിരുന്നു. അതായത് ഫാഷൻ വൈസ് ആണെങ്കിലും പ്രൊഫഷണൽ വൈസ് ആണെങ്കിലും ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ അതിനിടയിൽ കിട്ടിയ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടപ്പിലോട്ട് വരുന്നത്. ജീവിത സാഹചര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ വരുന്നത്. ഈ ക്ലോത്തിങ്ങിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ? ആക്ച്വലി ക്ലോത്ത്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ബിസിനസ്സിനോട് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു വർഷം കൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരുപാട് പേര് ഒരു പാഷനായിട്ട് അല്ലെങ്കിൽ അത്രയും പ്രൊഫഷണൽ വൈസ് ആണ് ഈ ഒരു ഇതിലിട്ട് ഇറങ്ങുന്നത്. പക്ഷേ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മളുടെ ബിസിനസ് ചെയ്യണം എന്നൊരു സിറ്റുവേഷൻസ് കൊണ്ടാണ് നമ്മൾ വന്നത്. പക്ഷെ വന്നു ഇപ്പോൾ വേറെല്ലാം ബാക്കിലോട്ടായിപ്പോ. ഇതാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് പോകുന്നത്. ഫാമിലിയൊക്കെ ഇപ്പോൾ വൻ സപ്പോർട്ട് ആയിരിക്കണമല്ലോ. ഫാമിലി സപ്പോർട്ടാണ്. ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് നടക്കുന്നത്. പിന്നെ എല്ലാം നന്നായിട്ട് പോകുന്നത്. ഈ പറഞ്ഞ ടീച്ചറാണെന്ന് കേട്ടപ്പം എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. എവിടെയാ പഠിപ്പിച്ചുകൊണ്ടിരുന്നതൊക്കെ? ഞാൻ ആലപ്പുഴ ST കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോളേജിൽ ടീച്ചറായിരുന്നു? കോളേജിൽ ടീച്ചറായിരുന്നു. ഓക്കെ. ടീച്ചിങ്ങും ബിസിനസ്സും തമ്മിൽ സത്യം പറഞ്ഞാൽ വലിയ ബന്ധമില്ല, നല്ല രണ്ടും രണ്ടിടത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിലോട്ട് എടുത്ത് കാല് വെക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കത്തില്ലേ? അത്യാവശ്യം നല്ല ടെൻഷനാണ്. പക്ഷേ സ്റ്റാർട്ട് ചെയ്തതിനേക്കാളും ടെൻഷൻ ഇപ്പോഴാണ്. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് അത്യാവശ്യം വേറൊന്നും ടെൻഷൻ പോകുന്നൊരു പ്രോസസ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തം കൂടി എന്ന് പറയുമ്പോഴാണ് നമുക്ക് ടെൻഷനും കൂടുതൽ ഫീൽ വരുന്നത്. നമ്മളിപ്പോൾ പേജിൽ കയറി നോക്കുമ്പം സാരീസിന്റെ കളക്ഷനാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ നമ്മുടെ പേജിന്റെ പേര് കുർത്ത സ്റ്റോറീസ്. അതെന്തായിരുന്നു കുർത്തയിൽ നിന്ന് സാരിയിലേക്ക് ഡൈവേർട്ട് ആയത്? അത് ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഒരു ഹറിബറി സിറ്റുവേഷനിൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തൊരു പേജാണ്. അതിന്റെ പിന്നിൽ കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഡെയിലി വെയർ യൂസ് ചെയ്യുന്നത് കുർത്തീസ് ആണെന്ന ഒരു കോൺസെപ്റ്റിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ പേജിലെ ഫസ്റ്റ് പ്രോഡക്റ്റും കുർത്തീസ് തന്നെയായിരുന്നു. പിന്നെ അത് കുർത്തീസിൽ നിന്ന് നമ്മൾ ഫാബ്രിക്സിലോട്ട് പോയി. പിന്നെ നമ്മൾ ബുട്ടീക്സുകാർക്കൊക്കെ വേണ്ടിയിട്ട് കസ്റ്റമൈസ്ഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം വൺസ് നമ്മൾ സാരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സാരീസിലോട്ട് മാത്രമായി നമ്മുടെ ഫോക്കസ് വരുന്നത്. കൂടുതൽ ആൾക്കാർക്ക് വരുന്നതും എൻക്വയറി വരുന്നതും ഒക്കെ നമുക്ക് സാരീസിൽ തന്നെയാണ്. അപ്പോൾ കുർത്തി സ്റ്റോറീസ് എന്നുള്ളത് പേരിടുകയും ചെയ്തു. സാരി സ്റ്റോറീസ് നമുക്ക് ആക്കാനും പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു ഐഡന്റിറ്റി ആയിട്ട് നമുക്ക് അവിടെ കുർത്തീസ് നമ്മൾ കടനിൽ ചെയ്യുന്നില്ല. കൂടുതലും സാരീസും അതുപോലെ തന്നെ അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സും ആണ് കൂടുതൽ ചെയ്യുന്നത്. ഓക്കെ. ഈ ഒരു സാരി ഇത് ഞാൻ ചോദിച്ചിട്ട് നമുക്ക് വലിയ വിശേഷങ്ങളൊക്കെ പോകാട്ടോ. കാര്യം ഇതിന്റെ തന്നെ ബ്ലൂവും ബ്ലാക്കും റെഡും ഒക്കെ എൻ്റെ അമ്മയ്ക്കും ഉണ്ട്.
എനിക്കറിയാവുന്ന കുറേ ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു മോഡലാന്ന് തോന്നുന്നില്ല എല്ലാവർക്കും. ഈ ഒരു സാരിയെ പറ്റിയിട്ട് എന്താ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ, എന്ത് മെറ്റീരിയലാ? നമ്മുടെ പേജിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പേജിൽ റീച്ച് ആക്കിയ ഒരു സാരി ഇതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി സാരി ഇപ്പോൾ നമ്മൾ സാരി ഒരാൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ ഫുൾ സ്റ്റോറി പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി ഉള്ള സാരിയായത്. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ലിനൻ കോട്ടൺ സാരിയിൽ വരുന്നത് മുഴുവനും ഹാൻഡ് ബ്ലോക്ക് ആയിട്ട് പ്രിന്റ്സ് വരുന്ന സാരിയാണ്. അപ്പോൾ ഇത് നോർമൽ സാരി പോലെ നമുക്ക് എന്താ പറയുക, നമ്മൾ പറയുമ്പോൾ നമ്മൾ പേജിൽ പറയാറില്ല അങ്ങനെയാണ്, ഒരു മണ്ണിന്റെ മണവും തനിമയുള്ള സാരി എന്നൊക്കെ പറയില്ല, അതുപോലെ നാച്ചുറൽ ഡൈയിൽ വരുന്നതാണ്. അത് ഓരോ പ്രിന്റും ഇതിൽ കാണുന്ന ഓരോ പ്രിന്റും അവർ കുറേ മനുഷ്യരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അതിങ്ങനെ അവർ നാച്ചുറലി പ്രിന്റ് ചെയ്ത് വരുന്ന അതിൻ്റെയൊക്കെ ചെറിയൊരു മണ്ണോ പൊടിയോ ഒക്കെ നമുക്കിത് സാരീസ് കിട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ കാണും. അപ്പോൾ നമ്മളത് എസ്പെഷ്യലി അവർക്ക് പറഞ്ഞു കൊടുക്കും, ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അതൊരു മിസ്റ്റേക്കോ കാര്യങ്ങളൊന്നും അല്ല, ഇതൊരു നാച്ചുറൽ ഡൈ ആണ്. ഒരു ക്ലേ മോൾഡ് ആക്കിയിട്ട് അതിൽ അവർ നാച്ചുറലായിട്ട് അത് പ്രിന്റ് ചെയ്ത് വരുന്ന സാരീസാണ്. അപ്പോൾ ചില കസ്റ്റമേഴ്സ് ചോദിക്കും ഇതിൽ ചെറിയ പൊടിയുണ്ടല്ലോ, അപ്പം നമ്മൾ പറയും നിങ്ങളത് വാഷ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ സാരിയുടെ കറക്റ്റ് ടെക്സ്ചർ കിട്ടുള്ളൂ. അപ്പോൾ ഈ സാരി വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഡാർക്കർ ടോണും ആവും, അതുപോലെ തന്നെ ഭയങ്കര കൺവീനിയന്റ് ആയിരിക്കും വിയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസ് ആണ്. അപ്പം ഓരോ സാരിയുടെ പിന്നിലും ഓരോ കഥയുണ്ട്. ഓ ശരി, അപ്പൊ നമുക്ക് സാരി സ്റ്റോറീസ് എന്ന് ശരിക്കും പറയാൻ പറ്റും. എല്ലാത്തിനും ഓരോ കഥകളുണ്ട്, എല്ലാ ഫാബ്രിക്കിനും ഒരു കഥയുണ്ടല്ലോ ഇതിന്റെ. ശരിയാ. ഇതിന്റെ പേരെന്തെങ്കിലും ആയിട്ടുണ്ടോ നമുക്ക് ഈ സാരിക്ക്? അല്ല, ആക്ച്വലി നമുക്ക് ഇത് ലിനൻ കോട്ടൺ സാരീസിൽ നമുക്ക് റെഡ് എന്ന് പറയുന്നത്. എത്ര ഷെയ്ഡ് ഉണ്ട് ഇതിന്റെ? ഇപ്പൊ നമുക്ക് കറന്റ് ഒരു ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ പേജിൽ ഇതിന്റെ ഒരു 10 ഡിഫറെന്റ് പാറ്റേൺസ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ കറന്റ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ളത് ഈ ഡാർക്ക് ഷെയ്ഡ്സ് ആണ്, ഈ മെറൂൺ, ബ്ലാക്ക്, അതുപോലെ തന്നെ ഇൻഡിഗോ ബ്ലൂ ഒരുപാട്. ആക്ച്വലി ശരിക്കും ഞാൻ ചോദിച്ചപ്പോൾ എത്ര ഷെയ്ഡ് 3 4 എന്നൊക്കെ പറയുന്നു. 10 എണ്ണമാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന്. ചെറിയ കണക്കൊന്നും ഇല്ലല്ലേ? ആദ്യം നമ്മൾ അങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ കൂടുതൽ എൻക്വയറി ഉള്ള അനുസരിച്ചിട്ടുള്ള റീസ്റ്റോക്ക് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഏത് മെറ്റീരിയലാ നമുക്ക് എൻക്വയറി വരുന്നത് സാരി? നമുക്ക് ആക്ച്വലി നമ്മുടെ പേജിലാണെങ്കിലും ഏറ്റവും കൂടുതലുള്ളത് കോട്ടൺ ടൈപ്പ് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ കുറച്ച് എലഗന്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാരീസ് ആണ് കൂടുതൽ നമ്മുടെ പേജിലുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വന്നുകൊണ്ടിരുന്നത് നാരായൺപേട്ട് സാരീസാണ്. നാരായൺപേട്ട് സാരി നമ്മുടെ പേജിൽ നാരായണപ്പട്ടെന്ന് ഞാൻ പറഞ്ഞു പോയി അങ്ങ് തഴമ്പിച്ചതാണ്. നാരായൺപേട്ട് സാരീസ് ആണ്. പിന്നെ ഇപ്പം നമുക്ക് മൾട്ടി ഇഷ്യൂല് വരുന്ന സാരംഗി എന്ന് പറയുന്ന സാരി നമ്മുടെ അത്യാവശ്യം കറന്റ് കുഴപ്പമില്ല. ഈ 2 സാരീസ് നമ്മളായിട്ട് ലോഞ്ച് ചെയ്തതാണ്. അതെ, സാരംഗി നമ്മളായിട്ട് ലോഞ്ച് ചെയ്ത്. അപ്പം കറന്റ് പിന്നെ പീലി എന്ന് പറഞ്ഞ സാരി ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഓൾ കേരള ഡെലിവറി അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട്. ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ പോസ്റ്റ് ത്രൂ ആണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. ഓൾ ഇന്ത്യ ഷിപ്പിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. നമുക്ക് വെബ്സൈറ്റ് ത്രൂ ആണോ ബുക്കിംഗ്, എങ്ങനെയാ? നമ്മൾ കൂടുതൽ ഇപ്പോൾ വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ് എടുക്കുന്നത്. ശരിക്കും വെബ്സൈറ്റിന്റെ ഏറെക്കുറെ ഫിനിഷ് ആയിട്ടുണ്ട് വർക്കൊക്കെ. അത് നമ്മൾ വിഷുവിന് മുമ്പ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിഷുവിന് പിന്നെ നമുക്ക് വെബ്സൈറ്റ് ആകും. അപ്പോൾ വിഷുവിന്റെ ആ ഒരു ടൈം എടുത്തിട്ട് വിഷു കളക്ഷൻസിനൊക്കെ ബുക്ക് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ആ സമയത്ത് വെബ്സൈറ്റ് ആവുകയാണെങ്കിൽ അതിൽ ബുക്ക് ചെയ്യാം. അപ്പോൾ വിഷുവിന് നമുക്ക് അടിപൊളി സാരി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുർത്തി സ്റ്റോറീസിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ എഡിഷൻസ് ഒക്കെ എന്തായാലും വരുമല്ലോ, വിഷു സ്പെഷ്യൽ എന്തായാലും വരുമല്ലോ. ഓക്കെ ചേച്ചി, ഇപ്പോൾ ഈ പറയുന്ന ഓൾ കേരള അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഡെലിവറി ഒക്കെ ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റും അല്ലെങ്കിൽ ഈ പറയുന്ന വാട്സപ്പ് മാനേജ് ചെയ്യണം, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടണം, സ്റ്റോക്ക് എടുക്കണം, മൾട്ടിപർപ്പസ് പരിപാടിയാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ചെയ്യുന്ന ചേച്ചി ഒറ്റയ്ക്കാണോ? ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് പറഞ്ഞില്ലെങ്കിൽ ചേട്ടൻ ഇവിടുന്ന് പിടിക്കും. ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട് കേസ്. ഓക്കെ. പിന്നെ ഞങ്ങളുടെ ക്യാമറമാനും തൊഴിലാളിയും സ്റ്റാഫും ഓണറും സ്റ്റോക്ക് പർച്ചേസും മാനേജേഴ്സും ഒക്കെ ഞങ്ങൾ തന്നെയാണ്. കുറെ പേര് ലിസ്റ്റ് പറയാൻ പോകുന്നത് അല്ല, ഞങ്ങൾ തന്നെയാണ്. അതെ. നിങ്ങൾ രണ്ടുപേരും ചേർന്നൊരു പട്ടാളമാണോ ഇത് മൊത്തത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? 2 കുട്ടിപ്പട്ടാളങ്ങളുണ്ട് വീട്ടിലാണ്. അവർക്കും ഭയങ്കര, ഒരാൾക്ക് 6 വയസ്സ്, ഒരാൾക്ക് 1.5 വയസ്സ്, 2 വയസ്സാകാൻ പോകുന്നു. അപ്പം അവർക്കും താല്പര്യമാണ്. അവർ വൈകുന്നേരം ആകുമ്പോൾ മൂത്താൾ ചോദിക്കും പോസ്റ്റ് ഓഫീസിൽ പോകണ്ടേ, DTC ഓഫീസിൽ പോകണ്ടെന്നൊക്കെ അവൻ ചോദിക്കാറുണ്ട്. ഇളയാള് കൊറിയർക്ക് അവർക്ക് എടുത്തിട്ട് വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്റ്റോക്ക് എടുക്കാൻ പോവാന്ന് പറയുന്നത് ചെറിയൊരു പരിപാടി അല്ലല്ലോ, നല്ല ടൈം കൺസ്യൂമിങ്ങും ദൂരെയൊക്കെ പോയിട്ടായിരിക്കുമല്ലോ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഓർഡർ ഉണ്ടോ, നമ്മൾ ഇന്ന ഡേറ്റിൽ പോകണം എല്ലാ മന്തിലും, അങ്ങനെയൊക്കെ ഉണ്ടോ, അതോ സ്റ്റോക്ക് തീരുന്നതനുസരിച്ചിട്ടാണ്? ഇല്ല, യൂഷ്വലി നമ്മൾ സ്റ്റോക്ക് തീരുന്നതനുസരിച്ചാണ് പോകുന്നത്. പിന്നെ നമ്മളൊരു ഫസ്റ്റിലത്തെ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ മാനുഫാക്ചേഴ്സുമായിട്ട് നമുക്ക് ഓൾറെഡി കോൺടാക്ട് ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു ഫസ്റ്റ് പർച്ചേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വീവ് ചെയ്തെടുക്കാറാണ് പതിവ്. ഇനിയിപ്പോൾ പോകണം. ഇപ്പോൾ ഈ അടുത്ത വീക്കിൽ ഇപ്പോൾ ചെന്നൈക്ക് ഒരു
പോകണം. ഓക്കെ. ചേച്ചിക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് ഇൻ ഹൗസ് പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? ഡ്രീം ഒക്കെ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ തുടങ്ങണം. നമുക്കൊരു സ്റ്റോർ തുടങ്ങണ്ടേ? അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യും? ഇപ്പോൾ നമ്മുടെ കറണ്ട്ലി സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് കുട്ടികളെയും കൂടി മാനേജ് ചെയ്യുമ്പോൾ കുറച്ച് പാടാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കുകയാണെങ്കിലും കൂടുതൽ നമ്മുടെ വീഡിയോസ് നോക്കിയാൽ അറിയാം, നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അപ്പോൾ ആ ഡോറിന്റെ ബാക്കിൽ കുട്ടികളുണ്ട്. അപ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയും മാനേജ് ചെയ്യുന്നുണ്ടാവും, നിർത്തിയിട്ടാണ്. പക്ഷെ പലപ്പോഴും വീഡിയോയിൽ വരാറുണ്ട്, കണ്ണുപറ്റിച്ച് വരാറുണ്ട്. അപ്പം അതെല്ലാം മാനേജ് സ്റ്റോർ തുടങ്ങണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. എന്തായാലും ഉറപ്പായിട്ട് നടക്കട്ടെ. കാര്യം എൻ്റെ നാട്ടുകാരിയാണ്, അതാവുമ്പോൾ എനിക്ക് വേഗം പോയി എടുക്കാം. ഞങ്ങൾ രണ്ടുപേരും ആലപ്പുഴ അമ്പലപ്പുഴയാണ്, അപ്പൊ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എടുക്കാം. ശരിയാ, വേഗം നടക്കട്ടെ. അമ്പലപ്പുഴ തന്നെ തുടങ്ങട്ടെ, അതിന് നമുക്ക് ബ്രാഞ്ചൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാം. അപ്പൊ ആദ്യം പറഞ്ഞ സാധനമല്ലേ, ഒരു വലിയ സ്റ്റോറി ഉണ്ട്, എങ്ങനെയാ തുടങ്ങിയെന്ന് പറയാൻ ഒരു സിറ്റുവേഷൻ കൊണ്ടുവന്നാന്നുള്ളത്. അപ്പൊ നമുക്ക് ആ സ്റ്റോറി കേൾക്കാം. എങ്ങനെയാ ഇതിലോട്ടേക്ക് എത്തിയത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ PhD ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. PhD ചെയ്തോണ്ടിരിക്കുക മെറ്റർനിറ്റി പഠിപ്പിച്ചിട്ടാണോ? അല്ല, പഠിപ്പിച്ചൊന്നുമില്ല. എന്നെ കണ്ടാ പറയോ പഠിപ്പിച്ചാണ്. PhD ഒക്കെ എടുക്കണമെങ്കിൽ ചേച്ചി എന്തിലാ PhD എടുക്കുക? മലയാളത്തില്. സിനിമയാണോ? സിനിമ ഇഷ്ടാ? ഭയങ്കര ഇഷ്ടാ? സിനിമയിലെ ഫെമിനിസ്റ്റിക് ഒരു ടോപ്പിക്കാണ്. പഠിപ്പിസ്റ്റ്, സർട്ടിഫൈഡ് പഠിപ്പിസ്റ്റ്. ബാക്ക് ബെഞ്ചറാണ്. അത് കേട്ടിട്ടുണ്ട്. അല്ല, മറ്റേ ക്ലാസ്സിൽ 100-ൽ 100 വാങ്ങിക്കും, പക്ഷെ ബാക്ക് ബെഞ്ചറാന്ന് പറയുന്ന ആളല്ലേ, ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഫുൾ മാർക്ക് വരുന്നത്. മനസ്സിലായി. അതിപ്പോ ഇന്റർവ്യൂവിന്റെ താഴെ എന്റെ ഫ്രണ്ട്സ് കമന്റ് ചെയ്യുമ്പോ അങ്ങനെ തന്നെയാണെന്ന്. ഓക്കെ, പറയ്. അപ്പൊ PhD എടുക്കാൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ഇളയാളെ കൺസീവ് ആയത്. അപ്പോൾ ആ ഒരു ടൈമിൽ മെറ്റർനിറ്റി ലീവ് പോയ ടൈമിൽ എനിക്ക് അത്യാവശ്യം അത് ഫസ്റ്റ് പ്രഗ്നൻസിയിലും ചെറിയൊരു പോസ്റ്റ്മോർട്ടം ഇഷ്യൂസ് ഉണ്ടായിരുന്നു, സെക്കൻഡ് പ്രഗ്നൻസിയിലും അതുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ശരിക്കും എനിക്ക് വീട്ടിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം ഹസ്ബൻഡിന് പ്രൊമോഷനായി. അതാണ് ജീവിതത്തിലെ ഞങ്ങളുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ കുട്ടികളെ മാനേജ് ചെയ്യണം. അപ്പോൾ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. ആ ടൈമിൽ ഞാനിങ്ങനെ എനിക്ക് എന്ത് ചെയ്യേണ്ടത്, ഒറ്റയ്ക്ക് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല പല കാര്യങ്ങളും, മക്കളുടെ കാര്യങ്ങളൊന്നും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല സിറ്റുവേഷൻ വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ഇഷ്യൂസും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് ട്രിഗറായി. ആ ഒരു ടെൻഷനും രാത്രിയൊന്നും ഉറക്കമില്ല. അങ്ങനെ ആ ഉറക്കമില്ലാതെ അത്യാവശ്യം നന്നായിട്ട് അത്. പക്ഷേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ അത് കുറച്ചുകൂടി എങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിന്തകൾ പോകുന്നതെന്ന് നമുക്കൊരു കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ സിറ്റുവേഷൻ കണ്ടിട്ട് ഹസ്ബൻഡ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ റിസൈൻ ചെയ്യാം എന്നൊരു സിറ്റുവേഷനിലെത്തി. അത് പ്രൊമോഷൻ കിട്ടിയതിൻ്റെ പേരിൽ റിസൈൻ ചെയ്യേണ്ട സിറ്റുവേഷൻ. എല്ലാവർക്കും പ്രൊമോഷൻ കിട്ടുമ്പോൾ സന്തോഷം, ഇവിടെ പ്രൊമോഷൻ കിട്ടിയപ്പോൾ നമുക്ക് റിസൈൻ ചെയ്യേണ്ടി. അത് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഓൾ കേരളയിൽ പോകണമായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പ്രത്യേകിച്ച് അതാണെങ്കിൽ ഒരു നവംബർ മാസമാണ് നമ്മളിതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നൊരു ചിന്ത വന്നത്. അപ്പോൾ അനിയനും വൈഫൊക്കെ ബാംഗ്ലൂർ നാട്ടിൽ വന്നു. ഞങ്ങൾ അവരുടെ കൂടെ തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോയി. അപ്പോൾ കുട്ടികളും ഞാനും ഹസ്ബൻഡുമായിട്ടാണ് ഈ പർച്ചേസിനൊക്കെ പോയത്. അത്യാവശ്യം 2 ദിവസം ഞങ്ങൾ ഫുൾ ബാംഗ്ലൂർ ഫുള്ളും ഇതിന് വേണ്ടിയിട്ട് 2 പേരെ എടുത്ത്. ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ലിങ്ക് വിട്ടുപോയി. നമ്മൾ ജോലി റിസൈൻ ചെയ്യാന്ന് പറഞ്ഞു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അതെങ്ങനെ ക്ലോത്തിങ് തന്നെ ചൂസ് ചെയ്തത്? എന്താ അത് ആക്ച്വലി ഞാൻ മുമ്പ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ക്ലോത്തിങ്ങിന്റെ വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒബ്വിയസ്ലി പെൺകുട്ടികളാകുമ്പോൾ ആദ്യത്തെ ഒരു പക്ഷേ ഇത് ക്ലോത്തിങ്ങിന്റെ മാത്രമല്ല, ഞങ്ങൾ ഒരുപാട് ബിസിനസ് പ്ലാൻസ് ഉണ്ടായിരുന്നു. അതായത് ഒത്തിരി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞത് ബിസിനസ് ചെയ്യാനുള്ള 1001 വഴികൾ എന്ന് പറയുന്ന ഒത്തിരി ബിസിനസ് ഐഡിയാസ് ഉണ്ടായിരുന്നു. ശരിക്കും ഞങ്ങളുടെ മെയിൻ അത് റിവീൽ ചെയ്യാലോ, കുഴപ്പമില്ലല്ലോ. ഞങ്ങൾ ശരിക്കും ഉള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴ പാൽപ്പായസവും ബോളിയും ഒക്കെ വിൽക്കുക എന്നൊരു സ്റ്റോറായിരുന്നു ഞങ്ങളുടെ ഒരു മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ചുകൂടി എഫേർട്ട് കൂടുതൽ വേണം, പിന്നെ കുറച്ചുകൂടി സമയം വേണം, പിന്നെ കുറച്ചുകൂടി റിസ്ക് ഫാക്ടേഴ്സും കൂടുതലുണ്ട്. ഇഷ്ടംപോലെ അമ്പലപ്പുഴ പാൽപ്പായസം ഒരു സാധനമാണല്ലോ. അപ്പം നമുക്ക് ഒതന്റിക് ആയിട്ടുള്ള നമ്മുടെ ഒരു ഏരിയയുടെ ഒരു സവിശേഷതകളും ഉണ്ടല്ലോ. അപ്പം അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ അത് ഓക്കെ, അതൊരു കുറച്ചുകൂടി ഒരു വെക്കേഷൻ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കൂടുതലും ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോംസിൽ സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിലും ക്ലോത്ത്സ് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നത്. അങ്ങനെ നമ്മൾ ക്ലോത്തിങ് എടുത്തു, ബാംഗ്ലൂർ പോയി നമ്മൾ സ്റ്റോക്ക് നോക്കി പർച്ചേസ് ചെയ്തു. അപ്പോൾ ഉള്ള സേവിങ്സ് ഒക്കെ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. നമ്മൾ തിരിച്ചു വന്നു, സെയിൽ നടക്കുന്നില്ല.
അങ്ങനെ അത്യാവശ്യം കുറേ നാൾ നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം മാത്രമല്ല ഫോക്കസ് ചെയ്ത്, ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോട്ടോസും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തതൊക്കെ നമ്മൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലാണ്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു, ഇൻസ്റ്റ സ്റ്റാർട്ട് ചെയ്തു, ഫേസ്ബുക്കിലൂടെ ഇടാൻ തുടങ്ങി. കുറേ അധികം ഇട്ടിട്ടും സെയിൽസ് അങ്ങനെ ആവുന്നില്ല. എൻക്വയറീസ് ഉണ്ടാവും മാർക്കറ്റ് പ്ലേസിലൊക്കെ, പക്ഷെ സെയിൽസ് ആയിട്ട് വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഡിസംബർ ഒരു 25th 26th ഒരു സെയിൽ ആണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് സെയിൽ. ഫസ്റ്റ് സെയിൽ എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടോ? കസ്റ്റമർ അറിയുന്ന ആരെങ്കിലും ആണോ? അല്ലല്ല, അറിയാത്ത ഒരാളാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ട് കിട്ടിയത് ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അതാണ് നമ്മുടെ ഫസ്റ്റ് സെയിൽ. ഓർമ്മയുണ്ട് അല്ലേ? നന്നായിട്ട് ഓർമ്മയുണ്ട്. അത് കൃത്യമാണോ? അത് കൃത്യമാണ് പോയത്. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നമുക്ക് നോർമൽ നല്ല കച്ചവടമൊക്കെ ഇല്ല, നമുക്ക് ആക്ച്വലി കുർത്തീസ് എടുത്തിട്ട് അപ്പം ഞാൻ കുർത്തീസ് സെലക്ട് ചെയ്തപ്പോഴും എനിക്ക് വന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, മിസ്റ്റേക്സ് ആണല്ലോ ആദ്യം നമുക്ക് ഉണ്ടാകുന്ന മുഴുവനും. ഞാൻ എൻ്റെ ഒരു കംഫർട്ടിൽ നിന്നാണ് പല ഡ്രസ്സും ചൂസ് ചെയ്തത്. അപ്പോൾ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. പിന്നെ അതിനുശേഷം കുറച്ച് സൈസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. ഇപ്പോൾ XXL എന്ന് പറഞ്ഞാലും വരുന്ന പ്രോഡക്റ്റ് ചിലപ്പോൾ XL ആയിരിക്കും, നമ്മൾ സെലക്ട് ചെയ്താൽ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് സെയിൽസ് നമുക്ക് ഒരു കുറച്ച് വളരെ ലിമിറ്റഡ് ആണ്. നമ്മളൊരു 15,000 അടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊരു മാക്സിമം ഒരു 5 പീസസിൽ താഴെ മാത്രമാണ് നമുക്ക് സെയിൽസ് നടന്നത്. പിന്നെ ഒരു പോയിന്റിൽ നമ്മൾ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ഫാബ്രിക്സിലോട്ട് പോയി. അപ്പോൾ നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫാബ്രിക്സ് ആകുമ്പോഴേക്കും കുറച്ചുകൂടി ആവശ്യമുള്ളവരായിരിക്കുമല്ലോ മേടിക്കുന്നത്. അതായത് സൈസ് ഇഷ്യൂസ് ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഫാബ്രിക്സ് എടുത്തു. ഫാബ്രിക്സിൽ അത്യാവശ്യം നമുക്ക് മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. അതും കൂടുതൽ ഇങ്ങനെ അത് പക്ഷേ അറിയാവുന്ന ഒരുപാട് പേര് നമുക്ക് ഫാബ്രിക്സ് ആകുമ്പോൾ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാവരും മേടിച്ചു. ഓക്കെ. അപ്പോൾ സ്റ്റിച്ചിനെക്കാട്ടിലും ആൾക്കാർക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് ഫാബ്രിക്സ് ആണ്. അപ്പോൾ പിന്നെ അതിനുശേഷം അങ്ങനെ ഒരു പോയിന്റിൽ ഫാബ്രിക്സിൽ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് നമ്മൾ പുതിയതായിട്ട് ചെറിയ ബുട്ടീക്സിലൊക്കെ സ്റ്റിച്ചിങ് യൂണിറ്റിൽ കൂടെ നോക്കിയിട്ട് നമ്മൾ സെയിൽ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അതിലൊരു സ്റ്റിച്ചിങ് യൂണിറ്റിൽ നമ്മൾ വർക്ക് കൊടുത്തപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ്സ് അവർ ഭയങ്കര മോശമായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് തന്നത്. അതപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യാൻ തുടങ്ങിയ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ജസ്റ്റ് ഒരു പരീക്ഷണാർത്ഥം ഒരു സാരി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കിയത്. അങ്ങനെ ആ സമയത്തും ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നവരെല്ലാം പറഞ്ഞു നമ്മൾ സാരീസ് നോക്കണോ എന്നൊരു ഇതുണ്ട്. പക്ഷേ വേറെ രീതിയിൽ സ്റ്റാർട്ട് ചെയ്താണല്ലോ ഡൈവേർട്ട് ചെയ്യണമെന്നുള്ള ടെൻഷൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുത്തത് 4 സാരിയാണ്. 4 കളറിൽ 4 സാരി. 4 സാരിയാണ് എടുത്തത്. അതിൻ്റെ 4 ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം അമ്മ എന്നോട് ചോദിച്ചു, മോളെ ഇങ്ങനെ ഇത് ഓൾറെഡി ഇത്രയും നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു 4 സാരിയല്ലേ, ഒരാൾ എനിക്ക്, ഒന്ന് അമ്മയ്ക്ക്, ഒന്ന് അനിയത്തിക്ക്, പിന്നെ ഒരാൾക്ക്, അങ്ങനെ ആണെങ്കിലും നമുക്ക് സെയിൽ ചെയ്തില്ലെങ്കിൽ വലിയ യൂസ് ചെയ്തങ്ങ് തീർക്കാന്നുള്ള ഇതിൽ. അങ്ങനെയാണ് ഇപ്പം നമ്മൾ ആര്യബിടൊക്കെ പറയുന്ന പോലെയാണ് 10 സാരീസ് തുടങ്ങിയെന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 4 സാരി. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള നമ്പറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ദൈവം സഹായിച്ച് നമ്മൾ 4000 സാരിയൊക്കെ കൊടുക്കുന്നു അല്ലേ? ഇപ്പം മുക്കിന് ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് സാരി ബിസിനസ്. അത് എസ്പെഷ്യലി പറയാനാണെങ്കിൽ ഇപ്പം ഇന്നലെയും കൂടെ ഞാനൊരു ട്രോള് കണ്ടതേ ഉള്ളൂ. ഇപ്പം ഇൻഫ്ലുവൻസേഴ്സ്, എല്ലാ ഇൻഫ്ലുവൻസേഴ്സും സാരി ബിസിനസ്സിലൊക്കെ കിടക്കുകയാണ്. കാര്യം അത്രയും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സാധനമാണ് എല്ലാവർക്കും സാരി. അപ്പം അത്രയും തന്നെ റിസ്ക്കും ഉണ്ട്. ഇത്രയും ആൾക്കാരെ തുടങ്ങുമ്പം അതിൻ്റെ ഇടയ്ക്ക് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതെങ്ങനെ നമ്മൾ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നത്? ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കുക. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും എനിക്ക് പറയാനായിട്ട് അറിയില്ല. കാര്യം ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പം ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അവർക്ക് കുറച്ചുകൂടി ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അത് അവരും ചെയ്യുന്ന റിസ്ക് തന്നെയാണ്. അത്രയും അവരും അവരുടെ ഫോളോവേഴ്സിനെ വിശ്വസിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്നു, കാലുറപ്പിച്ച് നിൽക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. പക്ഷേ പിന്നെ എനിക്ക് ടിപ്പായിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി വേണം എന്നുള്ള ഒരു കാര്യമാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ അടുക്കൽ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. പേജ് സ്റ്റാർട്ട് ചെയ്യുന്ന വിളിച്ചിട്ട് അവർ ഭയങ്കര അഡ്വൈസ് ആയിട്ട് ചോദിക്കാറില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് സെയിൽസ് വരുന്നത്, നിങ്ങൾക്ക് എങ്ങനെ ഇത്ര ഫോളോവേഴ്സ് പെട്ടെന്ന് കയറിയ, എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടാണോ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്തിട്ടാണോ, എന്താ എന്നെ പ്രത്യേകത എന്ന് ചോദിക്കാന്ന് പറയും. എനിക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു സെയിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്ന 5 മാസമാണ്. പക്ഷെ ഞാൻ 5 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സെയിൽ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പം നമുക്ക് ചിലപ്പോൾ ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ്, അതായത് കഴിഞ്ഞ ഒരു ജനുവരി മാസം, ഇതിപ്പോൾ ഒരു ഫെബ്രുവരി ഈ ഒരു ടൈമല്ലേ, ഇപ്പോൾ ഈ ഒരു സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ രാത്രി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്യാൻവയിൽ ഒരു പോസ്റ്റ്, നമ്മുടെ കുർത്തി സ്റ്റോർ സ്പെഷ്യലി പുതിയ സാരീസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ആയിരിക്കും. നമ്മളത് ക്രിയേറ്റ് ചെയ്തിടുക, രാവിലെ അത് പോസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ എല്ലാ ദിവസവും നമുക്ക് പുതിയ കളക്ഷൻ പോസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ എന്തായാലും റിസൾട്ട് കാണും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അതുപോലെ തന്നെ ദൈവത്തിനുണ്ട്, നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ സ്ട്രഗിൾസ് ഉണ്ടാവും, ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും. പക്ഷേ നിർത്തിപ്പോയാൽ അതവിടെ തീരും.
നമ്മളിപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടിയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഫോളോവേഴ്സ് ഇപ്പോൾ 2-3 പേരായിരിക്കും ഉണ്ടാവുന്നത്. അതിൽ നിന്ന് ഓരോ ആൾക്കാർ കൂടുമ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന ഒരു വലിയ കൂട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ പേജിൽ പറയുകയാണെങ്കിലും നമ്മുടെ കുർത്തി സ്റ്റോറീസ് എന്നേ പറയത്തുള്ളൂ. കാര്യം ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലോ ഒരിക്കലും ഒരു പേജായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മളെ ഇഷ്ടപ്പെട്ട അത്രയും ആൾക്കാർ നമ്മുടെ കൂടെ വരുമ്പോൾ മാത്രമാണ് നമുക്കൊരു ഫാമിലി ആയിട്ട് മുന്നോട്ടുണ്ടാകാൻ പറ്റും. ഉറപ്പായിട്ടും ചേച്ചിയുടെ ആ ഒരു സ്ട്രഗിൾ എത്രത്തോളം ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇപ്പം തന്നെ നമുക്കത് മനസ്സിലാവും, കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാര്യം ഈ പറഞ്ഞതുപോലെ റിയാക്ഷൻ ഇല്ല, ഇല്ലെങ്കിൽ ആൾക്കാർ ഇത് വാങ്ങിക്കുന്നില്ലെന്ന് പറയുമ്പോൾ ഇത് നിർത്തിപ്പോവാൻ എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തത് കൊണ്ടാണല്ലോ. ഇപ്പം 5 മാസം കഴിഞ്ഞിട്ടാണ് ഒരു ഓർഡർ വന്നത്. 5 മാസം ചെറിയൊരു ടൈം ഡ്യൂറേഷൻ അല്ല. ഡെയിലി പോസ്റ്റ് ഇടുമ്പം നമുക്ക് തന്നെ മെൻ്റലി ഒരു ഡൗൺ ആവുമല്ലോ, ഇതെന്തിനാ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ളത്. പക്ഷെ അത് ശരിക്കും അപ്രിസിയേഷൻ വേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഇടങ്ങി നിൽക്കുന്നത് തന്നെ. ചേച്ചി ഇപ്പോൾ ഈ പറഞ്ഞല്ലോ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഒരു പോസിറ്റീവായിട്ട് മാറിയതാണല്ലേ? പോസ്റ്റ്മോർട്ടം കാരണം നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാരണം നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് ആൾക്കാർ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കളിയാക്കിക്കൊണ്ടും ഇല്ലെങ്കിൽ അതൊരു വലിയ കാര്യമല്ലാന്ന് സംസാരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരുപാട് ആളുകൾക്ക് അറിയുകയും ചെയ്യാം, അതിൻ്റെ ഇതൊക്കെ അറിയുകയും ചെയ്യാം. എങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്, എന്താ ഒരു ടൈമിൽ ശരിക്കും നമ്മൾ കടന്നു പോകുന്നൊരു സ്റ്റേജ് എന്താണ്? അതിപ്പോൾ സിമ്പിളി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് കുഞ്ഞുങ്ങളെ ആക്കുമ്പോഴേക്കും അമ്മയുടെ ഒരു കെയറും കാര്യങ്ങളൊക്കെ കിട്ടും. അതെല്ലാം നമ്മൾ വരുമ്പോഴേക്കും ഇപ്പോൾ ഹസ്ബൻഡാണ് കൂടുതൽ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുന്നത്. ഹസ്ബൻഡ് വർക്കിന് പോകുന്ന ഒരു ടൈമിൽ എനിക്കിപ്പോൾ 2 പേരെ മാനേജ് ചെയ്യുമ്പോഴും വിഷയം എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ടൈമിന് ഫുഡ് കൊടുക്കണം, നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കണം, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആ ഒരു ടൈമിൽ ശരിക്കും ഞാനൊരു വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് വേറെ ആരോട് ഇത് കൺവേ ചെയ്യാൻ പറ്റത്തുണ്ട്. നമ്മൾ സെൽഫായിട്ട് വീഡിയോസ് എടുത്തിട്ട് നമ്മൾ പറയും. അപ്പോൾ ചില ടൈമിൽ ഞാനിപ്പോൾ അതെടുത്ത് നോക്കാറുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് വെച്ചാൽ ചിലപ്പോൾ ഒരു ദിവസം നമുക്ക് 3 കാര്യങ്ങൾ ഒരെണ്ണം മാത്രമേ ഒരിക്കലും ക്ലീൻ ആയിരിക്കുള്ളൂ. അതായത് ഒന്നുകിൽ നമ്മുടെ വീട് ക്ലീൻ ആക്കാൻ പറ്റും, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കുളിപ്പിച്ച് വൃത്തിയായിട്ട് അതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പറ്റും, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് കെയർ പറ്റും, നമ്മൾ കുളിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ വയ്ക്കാൻ പറ്റും. ഇതെല്ലാം കൂടി നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ പാടാണ്. പിന്നെ അതിനേക്കാളും കൂടുതലായിട്ട് ഹോർമോണൽ ഇഷ്യൂസ്, പിന്നെ നമ്മുടെ ബോഡിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ച് സർജറിയും കൂടെ കഴിഞ്ഞ് വരുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും. ഇപ്പം ഹെൽത്ത് വൈസ് ആണെങ്കിലും നമുക്ക് ഒരാളുടെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പം അവനെ എങ്ങനെ നോക്കാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻ ഉണ്ടല്ലോ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ ഏൺ ചെയ്യുന്നില്ല എന്നൊരു കുറ്റബോധം ഉണ്ട് എനിക്ക്. അതെനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് എൻ്റെ ഫാമിലി നോക്കണം, അച്ഛൻ അമ്മ ഉണ്ട്, അനിയൻ വൈഫുണ്ട്. അപ്പോൾ എന്നാലും എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും നോക്കണം എന്ന് പറയുന്നത് എൻ്റെ ഭയങ്കര ആഗ്രഹവും എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ഫാമിലിയിലോട്ട് വരുമ്പം ഹസ്ബൻഡിന് ഇപ്പോൾ ഒരു EMI നമ്മൾ അടയ്ക്കുവാണെങ്കിൽ അത് ഈക്വലി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. അത് ഞാൻ ഇപ്പം ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. ചെയ്യുന്നുണ്ട് ഇല്ലാന്ന്, പക്ഷെ എങ്കിലും നമ്മളൊക്കെ ആഗ്രഹിച്ചു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മൾ ചെയ്യും അല്ലേ, നമ്മൾ ഫുൾ എമൗണ്ട് എല്ലാം ഇപ്പം അടയ്ക്കും. അതെ, അടക്കണേ, ഇന്റർവ്യൂല് പറഞ്ഞു പോയി. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഇപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചു, പക്ഷേ അതിനുശേഷം നമ്മളത് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് അങ്ങനെ മാറി. ഇപ്പോൾ ഫസ്റ്റ് സർജറി കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് ഇത് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചെന്ന് പറയുന്നത്, അപ്പോൾ എങ്ങനെ ഓവർകം ചെയ്ത് വരുന്നത്? ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സർജറി കഴിഞ്ഞ ശേഷമാണ്, ശരിക്കും പറഞ്ഞാൽ ആദ്യം കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഇതെനിക്ക് തോട്ട് വരുന്ന സമയത്താണ്. കാര്യം ഇപ്പം നമ്മൾ മാരേജ് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ കറൻ്റ് PG എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊരു സെലിബ്രേറ്റിംഗ് മൂഡിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ലൈഫിനെ കുറിച്ച് അത്രയും ഡീപ്പായിട്ടുള്ള ചിന്തകളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മൂത്ത കുട്ടി വന്നിട്ട് ശേഷമാണ് ഞാൻ പിന്നെ ലൈഫിനെ കുറച്ചൊരു സീരിയസ് ആയിട്ട് ഞാൻ കാണാൻ തുടങ്ങി. ആ ഒരു ടൈമിൽ അത്രയും നല്ല ഞാനൊരു കുട്ടി എന്നുള്ള രീതിയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. എനിക്കൊരു കുട്ടിയായപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു സീരിയസ്നെസ്. ഇതൊക്കെ ഞാൻ വീട്ടിൽ പറയുന്ന സാധനം, അതായത് എന്നെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ എൻ്റെ അമ്മ ഞാനിപ്പോഴേ ചെറുതാ, എന്നെ കെട്ടിച്ചൂടല്ലേ, ടെൻഷനാവുന്നു. അപ്പം പിന്നെ കുറച്ചുകൂടി നമ്മുടെ ഉത്തരവാദിത്തം കൂടുമ്പോഴാണല്ലോ ആ ഒരു ഇതിൽ വരുന്നത്. പിന്നെ നമുക്കിപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടെന്നുള്ളത് നമുക്കൊരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പം എനിക്കൊന്ന് കുറേ കൂടെയൊക്കെ ഒത്തിരി മാറ്റമുണ്ട്. ഇപ്പോൾ നമ്മൾ ചൂടാവുന്നു, നമുക്ക് കുഞ്ഞിനോട് ഇപ്പം അവൻ കരയുമ്പോഴാണെങ്കിലും നമ്മൾ കൂടെ കരയുന്നതല്ലാതെ നമുക്ക് എങ്ങനെ അത് ഓവർകം ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. പിന്നെ ഇപ്പം എനിക്കൊന്ന് കുറച്ചുകൂടി ഈ ഒരു ടൈമിലൊക്കെ അത്യാവശ്യം എല്ലാവരും കുറച്ചുകൂടി അവെയർ ആണ് അതിനെക്കുറിച്ച്. ഇതിപ്പം എനിക്ക് ഇതുപോലെ എന്തൊരു ഭയങ്കര വിഷമം ഉണ്ടായ സമയത്ത് ഹസ്ബൻഡ് ഞാനോട് ബീച്ചിൽ പോയി. ആ ബീച്ചിൽ പോയിട്ട് നമ്മൾ അവിടെ എന്തോ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങിനാണ് ഞാൻ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്ന് ആ ടൈമിൽ ഒരു 6-7 വർഷം മുമ്പ് മനസ്സിലാവുന്നത്. അത് പറഞ്ഞു, ബ്രദറിനോട് പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മൾ പുറത്തോട്ടൊക്കെ പോയി. പക്ഷേ ഗ്രാജുവലി അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ആ ടൈമിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ നേരെ പോയി പഠിക്കാൻ ചേർന്നു, PSCക്ക് ചേർന്നു എന്നുള്ളതാണ്.
പഠിക്കാൻ പോയി കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ടെൻഷൻ പഠിത്തമാണ്. പഠിക്കുന്നത് മാറ്റും, അവിടെ നോടി രക്ഷപ്പെടും. അതല്ല, നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്താ, എക്സാം എഴുതണം അല്ലെങ്കിൽ അസൈൻമെന്റ് എഴുതണം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ലൈഫിലോട്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനേക്കാളും വലിയ വലിയ ടെൻഷൻ. പഠിക്കാൻ പോയാൽ മതിയാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഓർക്കും അതല്ലേ ഉള്ളൂ, അത്രയും മാക്സിമം ടെൻഷൻ അത്രയും മാത്രമേ നമ്മൾ അനുഭവിച്ചാൽ മതിയല്ലോ. അപ്പം അങ്ങനെ പിന്നെ കോവിഡിൻ്റെ ഇഷ്യൂ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കോവിഡിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നു. ആ സമയത്ത് നെറ്റ് പ്രിപ്പയർ ചെയ്തു, നെറ്റ് കിട്ടി. പിന്നെ നെറ്റ് കിട്ടിയ ഉടനെ കോളേജിലോട്ട് ഇൻ്റർവ്യൂ വിളിച്ചു. ഞാൻ അവിടെ തന്നെയാണ് പഠിച്ചതും, പഠിപ്പിക്കാൻ അവസരം കിട്ടിയത് അവിടെ തന്നെ കോളേജിൽ പോയി. അങ്ങനെ 2 വർഷത്തോളം കോളേജിൽ വർക്ക് ചെയ്തു ഫസ്റ്റായിട്ട്. ആ ടൈമിലാണ് PhDക്ക് ജോയിൻ ചെയ്തത്. അങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ ഇനിയിപ്പോ PhD കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത ഒരു നോട്ട് ചെയ്തൊരു കാര്യം പറയാം. നമ്മുടെ സ്റ്റോറിൽ ഇപ്പൊ ഞാൻ പേജും ഒക്കെ വിസിറ്റ് ചെയ്തപ്പോൾ ഇപ്പൊ ഈ സാരി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ പല സാരീസ് ആണെങ്കിലും നല്ല പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്ന സാരി അങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും. വേറെ പേജുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമല്ലോ. പൊതുവെ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ 10 സ്ഥലത്ത് നോക്കുക എന്നുള്ളത് മലയാളികളുടെ ഒരു സ്വഭാവമാണല്ലോ. അപ്പം നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയ റേറ്റ് ഡിഫറൻസ് അല്ല, നോർമലി നമ്മൾ ബാക്കിയുള്ള സാരി ഷോപ്പിൽ ഇല്ലെങ്കിൽ പല പേജസിലും കാണുന്ന റേറ്റിലും ഒരുപാട് കുറവാണ് നമ്മുടെ പേജിൽ. അപ്പോൾ അങ്ങനെ സെല്ല് ചെയ്യുമ്പം പല കൺഫ്യൂഷൻസ് ഉണ്ടാവും ആൾക്കാർക്ക് ക്വാളിറ്റിയിലും ഒക്കെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ നേരിടുന്നുണ്ടോ ചേച്ചി? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേജിൻ്റെ ഏറ്റവും വലിയൊരു, നമ്മൾ പേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെയുള്ള നമ്മുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ പ്രീമിയം സാരീസ് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ അത് എന്നാൽ പ്രീമിയം സാരീസും ആയിരിക്കണം. അതിൽ ക്വാളിറ്റീസിൽ വേറൊന്നും ഒരു ഇഷ്യൂ ഉണ്ടാവില്ല എങ്കിൽ ബഡ്ജറ്റിൽ കൊണ്ടുവരണം മാക്സിമം. എന്ന് വെച്ചാൽ നമുക്ക് ഹസ്ബൻഡിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇത് ക്വാണ്ടിറ്റി സെല്ല് ചെയ്യുക, ഞാൻ എന്നോട് പറഞ്ഞു തരാറ്. കാര്യം ഏത് സാധാരണക്കാരനും അഫോർഡ് ചെയ്യാൻ പറ്റണം. അതൊരു ഏത് കളക്ഷൻ വന്നാലും അതിൽ നിന്ന് കുറവായിരിക്കണം നമ്മുടെ പേജിൽ നിന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അത് ദൈവം സഹായിച്ചിപ്പോൾ അങ്ങനെ തന്നെ പോകുന്നു. ചിലപ്പോൾ നമുക്കൊരു ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിലും നമുക്ക് ഒരു ടൈമിൽ നമ്മളിപ്പോൾ ഡ്രസ്സിനൊക്കെ വേണ്ടിയിട്ടൊരു കൊതിച്ച് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ലൈഫിൻ്റെ ഒരു പോയിന്റിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഡ്രസ്സ് വേണം എന്നോ 1-2 ഡ്രസ്സ് മാത്രം ഇടാനുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ട് ആ ഒരു ഫേസിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പം തോന്നുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്. അത് ഒരു നമ്മളിപ്പം ഗോഡൗൺ ഓപ്പൺ ആക്കുമ്പോൾ അത്രയും ഡ്രസ്സ് നമുക്ക് ഇഷ്ടത്തിന് എടുക്കാം പറ്റുന്ന രീതിയിൽ. പക്ഷെ ഞാൻ എടുക്കാറില്ല. തോന്നുന്നില്ലേ ചിലതൊക്കെ വേണമെന്ന്, ഇത് കൊള്ളാം, ഇത് എനിക്ക് എന്തായാലും വേണം അങ്ങനെ? ശരിക്കും പറഞ്ഞാൽ അത് പറയുമ്പോൾ എനിക്കറിയില്ല ഇത് ക്രിഞ്ചായി പോകുന്നു. പക്ഷേ എനിക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു സാരി മേടിച്ചിട്ട് അവർ ഫോട്ടോ ഇട്ട് തരുമ്പോൾ ഒരുപാട് പേര് അയക്കാറുണ്ട്. ചിലപ്പോൾ പേജിൽ പോസ്റ്റ് ചെയ്യെങ്കിൽ അവരെനിക്ക് പേഴ്സണലി അയക്കുമ്പോൾ എനിക്ക് ഇഷ്ടമായിടാന്ന് പറഞ്ഞ് എനിക്ക് അയച്ചത് മെസ്സേജ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ വരാറുണ്ട്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടത്. ഒരു പീസെങ്കിലും നമ്മളല്ലാതെ മറ്റൊരാളെടുത്ത അതിന്റെ റിയാക്ഷൻ ആണ് അത് ഭയങ്കര പ്രൈസ്ലെസ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എനിക്ക്. ഇപ്പം ഞാൻ പറയുമ്പം ഇപ്പോൾ ഓരോ മെസ്സേജ് ആണെങ്കിലും നമുക്ക് പേഴ്സണലി അറിയാവുന്ന രീതിയിലോട്ടൊരു വലിയൊരു ഗ്യാങ് ആയിട്ട് നമുക്ക് വരും, ഒരു ഫാമിലി ആയിട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അതെ, ഇപ്പോൾ വാട്സപ്പിലാണെങ്കിലും നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടില്ല, ഇപ്പോൾ ഇന്ന് രാവിലെ ഡ്യൂട്ടി മെസ്സേജ് ഉള്ളൂ, ചേച്ചിയുടെ വീഡിയോ ഇന്ന് കണ്ടില്ലല്ലോ, കുറച്ച് അങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് നമ്മൾ ഓപ്പൺ ആയിരിക്കില്ലോ എന്തെങ്കിലും പറയുമ്പോൾ അവർ പേഴ്സണലി ചോദിക്കാറുണ്ട്, എന്ത് പറ്റി ചേച്ചി. നമ്മളോട് അത്രയും ക്ലോസ് ടു ഹേർട്ട് ആയിട്ട് ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അതും ഭയങ്കര ലക്കാണ്. നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്, റിപ്പീറ്റഡ്ലി വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടോ? അങ്ങനെയും കുറെ ആൾക്കാരുണ്ട് അല്ലേ? ഓക്കെ. എങ്കിലും കൂടുതൽ സെയിൽസ് നമുക്ക് നടക്കുന്നത് അല്ലാതെ പുതിയ കസ്റ്റമേഴ്സിന്റെ അടുത്താണ്. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പലർക്കും ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് റെസ്പോൺസ് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. കാര്യം അതൊരു കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല പ്രോപ്പർ ടൈമില്ലെന്ന്. കാര്യം നമുക്ക് വാട്സപ്പിൽ മെസ്സേജസ് ഇഷ്ടംപോലെ വരുന്നുണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ തന്നെ എല്ലാം മാനേജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അങ്ങനത്തെ ഇഷ്യൂസ് എടുക്കേണ്ട സമയമായി. അതെ, നമുക്ക് ഓൺലൈനിലെങ്കിലും മാനേജ് ചെയ്യാൻ ആൾക്കാരെയൊക്കെ എടുക്കുന്ന ആ ഒരു ഗ്രോത്ത് ലെവലിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് അതിന്റെ നമ്മുടെ ഫസ്റ്റ് സ്റ്റാഫ് വെബ്സൈറ്റ് ആവട്ടെ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് വെബ്സൈറ്റ് ആകണമെന്ന് ആദ്യമായിട്ടോ ഞാൻ കേൾക്കുന്നത്. കൊള്ളാം ചേച്ചി. നമ്മളിപ്പം ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു, അതെങ്ങനെയാ അപ്പം അതിൻ്റെ ഒരു രീതികളൊക്കെ? ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി ഹോൾസെയിലായിട്ട് ഇത്ര രൂപയുടെ പർച്ചേസ് അങ്ങനെയൊന്നും നമ്മുടെ പേജിൽ പറയുന്നില്ല. നമ്മളിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണെങ്കിലും നമുക്കുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ അത് ഒരു ഫസ്റ്റ് പർച്ചേസാണ് എല്ലാവരുടെയും ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നത്. അത് എടുത്ത് വെച്ച് സെയിലാവുമോ എന്നുള്ള. ഇപ്പോൾ പല ഷോപ്പിലും പോയിട്ടൊരു 10,000-25,000 രൂപയൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. നമുക്ക് അതുപോലെ തന്നെ ഡെഡ് സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്.
മാറുമ്പോൾ പണിപാളും അല്ലേ? അതെ, അതായത് ഓരോ ടൈമിൽ ഇപ്പം ഈ കറന്റ് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ്സ് ആയിരിക്കില്ല ഒരു 2 മാസം കഴിയുമ്പോൾ പോകുന്നത്. അപ്പോൾ അത് ഈ സെയിൽ ചെയ്യുക എന്ന് പറയുന്നതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പം നമ്മൾ കൂടുതലായിട്ടും സ്റ്റാർട്ടപ്പുകൾക്ക് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ പോയി ഒരു സാരി പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്കത് 100 പീസസ് എടുത്ത് എനിക്കത് ചിലപ്പം എടുക്കേണ്ടി വരും. നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ 7 പീസാണ് നമ്മുടെ മിനിമം. 7 പീസ് എടുത്തിട്ട് നമുക്ക് ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു 5-6 ബുട്ടീക്സ് നമുക്ക് അത് ഈവൻ എറണാകുളത്തും ഒക്കെ ചെയ്യുന്നുണ്ട്. എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അതും ആക്ച്വലി നല്ലൊരു ഓപ്ഷനാണ്. കുറച്ച് സ്റ്റോക്കായിട്ട് എടുക്കാം. പല ആൾക്കാരുടെ അടുത്ത് ഈ ബൾക്കായിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് അത്രയും പ്രോഡക്ട്സ് വേണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് അത്രയും സെല്ലിംഗ് ഉണ്ടോ എന്ന് അറിയാത്തടുത്ത് അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പം അങ്ങനെ നോക്കുന്നവർക്കും ഡെഫിനറ്റ്ലി കുർത്തി സ്റ്റോറീസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, കൊള്ളാം. എന്താണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിന്? വെബ്സൈറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പുതിയ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടോ? ഇപ്പൊ കറന്റ്ലി നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വിഷു കളക്ഷൻസ് ആണ്. വിഷു കളക്ഷൻസ് ഇങ്ങനെ വന്നിട്ടേ ഇരിക്കുകയാണ്. പുതിയ അത് സാരി മാത്രമാണോ അതോ ധാവണി? അങ്ങനെ ധാവണി വന്നിട്ടുണ്ട്. ധാവണിയുണ്ട്, സാരി ഉണ്ട്. പിന്നെ ഇനി അടുത്തൊരു ഷോപ്പ് എന്ന് പറയുന്നത് ആഗ്രഹമുണ്ട്. അതോടെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഈ മറ്റേ 1001 ബിസിനസ്സിലെ വേറെ ഏതെങ്കിലും ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ? ഞാൻ പറയുന്നുണ്ട്, പക്ഷേ സമയമില്ല. നന്നായിട്ട് പറയുന്നുണ്ട്. കാര്യം അതിലിപ്പോ തന്നെ ഇപ്പൊ നമുക്ക് ടൈം ഇല്ലാന്നൊരു പ്രശ്നം കൊണ്ട് നമുക്ക് സ്റ്റാഫിനെ എടുക്കാം, എന്നിട്ട് പല പല ബിസിനസ്സുകൾ തുടങ്ങാം, എന്നിട്ട് കുറേ ബിസിനസ്സുകൾ നടത്തുന്ന ഒരാളെന്നുള്ള രീതിയിൽ വരാം. ആക്ച്വലി നമുക്ക് വേറെ സ്റ്റോറും കൂടെ ഉണ്ട്. അതൊരു ഓർണമെന്റ് സ്റ്റോർ ആണ്. ഞാൻ പേജ് ഞാൻ കണ്ടു. ഓക്കെ, അതിപ്പോ അത് എവിടുന്ന് സാരീസിന്റെ കൂട്ടത്തിൽ അതും ആ ഒരു ഓർണമെന്റ് ജ്വല്ലറി ഐഡിയ എവിടുന്നാ വന്നപ്പോ? അത് ശരിക്കും ഓണം കളക്ഷൻ വന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ചുകൂടി ചിന്തിച്ചു തുടങ്ങിയത്. അതായത് സാരി സ്റ്റോറീസ് പോലെ തന്നെ ഒരു ജുംക സ്റ്റോറീസ് എന്ന് പറയുന്നൊരു പേജാണ്. ജുംകയാണ് നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതും ഇതിന്റെ പാരലൽ വേയിൽ നമുക്ക് പോകുന്നുണ്ട്. അതിപ്പോ റണ്ണിങ് ആണ് ചേച്ചി തന്നെ അത് മാനേജ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ആദ്യമേ പറയേണ്ടതായിരുന്നു. പെൺകുട്ടികളുടെ ക്ലോത്തിങ് മാത്രം നമ്മൾ പറഞ്ഞു പോയത്. ജുംക എന്നുള്ളതും ഭയങ്കര ആൾക്കാർക്ക് ജുംകാസ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് വേറെ ജ്വല്ലറീസ് ഒക്കെ ഉണ്ടാവും. വേറെ ജ്വല്ലറീസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ ആന്റി ടർണിഷ് ഒക്കെ ഉണ്ട്. എല്ലാം ചെയ്തു. ഇതെങ്ങനെ ചേച്ചി ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നേ? അപ്പോൾ ഭയങ്കര പാടാണല്ലോ. കാര്യം രണ്ടും 2 ബിസിനസ്സാണ്. രണ്ടിനും 2 രീതിയിലാണ് ഫോട്ടോസ് വേണ്ടത്, പ്രൊമോഷൻ വേണ്ടത്, എല്ലാം വേറെ വേറെ. ഇപ്പം നമ്മൾ രണ്ടിനും ഒരേ കോൺടാക്ട് നമ്പർ ആണോ? അതെ, രണ്ടിലും അത് ചേച്ചി തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, കോൺടാക്ട് നമ്പർ. ഓക്കെ, അപ്പം അതും നമുക്കൊരു ഡ്രസ്സ് എടുത്തിട്ട് അതിന് പെയർ ചെയ്യേണ്ട ഓർണമെന്റ്സും അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാം. നമ്മൾ വേറെ പുറത്തോട്ട് പോയി നമുക്ക് കോംബോ ആയിട്ടൊക്കെ വിൽക്കാം. ഓക്കെ, എന്തായാലും ഇപ്പം ഇത്രയും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ വന്നതാണ് ഈ ഒരു ബിസിനസ്സിൽ. ഇപ്പം ഇല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് നടത്തുക എന്നുള്ളത് ചേച്ചി എന്തായാലും മറ്റേ എന്താ പറയുക പാരമ്പര്യമായി ചെയ്ത് വന്നൊരു കാര്യമല്ല, ഇതിൽ കംപ്ലീറ്റ്ലി ന്യൂ ആണ്. അപ്പോൾ ശരിക്കും അനുഭവിക്കുന്ന ഒരു ഡിഫിക്കൽട്ടി എന്താണ് ഈ ഒരു ബിസിനസ് മേഖലയിൽ? ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരാളില്ല. അതായത് പ്രോഡക്റ്റ്സ് എവിടെ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, പ്രൊമോഷൻസ് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ എങ്ങനെ പിടിച്ച് നിൽക്കുക എന്ന് പറയാൻ നമുക്കറിയില്ല. പിന്നെ നമ്മൾ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ പോവുക. ഒരു കള്ളത്തിനും അതിനകത്ത് കാണിക്കാതെ ഒരു മറയില്ലാതെ ചെല്ലുമ്പോഴത്തേക്കും അവർക്ക് നമ്മളോട്ട് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ മാറുന്ന ട്രെൻഡിനനുസരിച്ച് എപ്പോഴും നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കണം എന്നൊരു ഫീൽ. അതായത് ഇപ്പം ഞാനാണെങ്കിലും നമ്മളിപ്പോൾ നമ്മുടെ പേജ് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള പേജസും കാര്യങ്ങളും എന്തൊക്കെയാണ് ആൾക്കാരുടെ നീഡ്സ് എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ശരിക്കും അതൊരു റിസർച്ചാണ്. ഇപ്പം നമുക്കിപ്പോൾ നമ്മൾ ഈവൻ ഒരുപാട് പേജ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേജസ് ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നൊരു ഫേസും കൂടെയാണ്. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യം പറഞ്ഞാലും അവർക്കും ഈ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട്. ഇപ്പോൾ ഫോളോവേഴ്സ് ഇതുപോലെ അല്ലാതെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ അവരുടെയും കൂടെയൊക്കെ പേജ് റിസർച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഓൾറെഡി കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം എന്താണ്, നീഡ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുക, നമ്മുടെ കളക്ഷൻസ് നോക്കുക, അതിനോടൊപ്പം നമ്മൾ ഇതിൽ ഒരു റിസർച്ച് എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അപ്ഡേറ്റ് ആയിരിക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ ഇപ്പോൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഇങ്ങനെ ഇത് സീസൺ ടൈമാണ്, ഇല്ലെങ്കിൽ ഇപ്പം കുറച്ച് ലോ ആയിട്ടുള്ള ഒരു ടൈമാണ്, അങ്ങനെ നമുക്ക് ക്ലോത്തിങ്ങിന് അങ്ങനെ എന്തെങ്കിലും ഒരു അപ്പ് ആൻഡ് ഡൗൺ സ്റ്റേജസ് ഉണ്ടോ? ഒരു പർട്ടിക്കുലർ സീസൺ അങ്ങനെയൊക്കെ ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഓണം, വിഷു, ക്രിസ്മസ് ആ ഒരു കളക്ഷൻസ് വരുന്നിട്ട് ആ ഒരു ടൈമിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം സെയിൽസ് കുറച്ചുകൂടി വരുന്നത്. പിന്നെ വെഡ്ഡിങ് സീസൺസ്, പിന്നെ കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി സാരീസിനോടൊക്കെ കുറച്ചുകൂടി ക്രേസ് ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കങ്ങനെ ലോ ടൈം അങ്ങനൊന്നുമില്ല.
ആക്ച്വലി ഒരു ഓണം കഴിഞ്ഞിട്ടുള്ളൊരു ടൈമിൽ ശരിക്കും സാരീസിൻ്റെ സെയിൽസ് ശരിക്കും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓണക്കോടിയൊക്കെ ഓണക്കോടി എടുത്ത ടൈമിൽ അപ്പോഴാണ് നമ്മൾ ഈ ഡെയിലി വെയർ കളക്ഷൻസ് അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള സ്റ്റോഴ്സ് ഇറക്കിയത്. അതും ഹസ്ബൻഡിന്റെ സജഷനാണ് നമുക്ക് ഇതിലേക്ക് കിടക്കാന്നുള്ളത്. വെബ്സൈറ്റ് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഈ ജുംക്കാസും ഓർണമെന്റ്സും വാങ്ങിക്കാൻ പറ്റും. അതെ, എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടി ഈ കാര്യം ഇപ്പം നമുക്കാണെങ്കിലും പലപ്പോഴും പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് വേണ്ടി അത്രയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവർക്കും കുറച്ചുകൂടി ഈസി ആയിട്ടായിരിക്കും വെബ്സൈറ്റ് ആകുമ്പോഴേക്കും അവർക്ക് അതിൽ നോക്കി എടുത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും. എത്രയാണ് നമ്മളൊരു ആവറേജ് ഡെലിവറി ടൈം കൊടുക്കുന്നത്? നമുക്കിപ്പോൾ യൂഷ്വലി വരുന്ന ഒരു 5 to 6 വർക്കിംഗ് ഡേയ്സ് ആണ്. ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ കൊടുക്കും. പിന്നെ ചില ടൈമിൽ പോസ്റ്റലിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, സോഫ്റ്റ്വെയർ ഇഷ്യൂസും. നമ്മളിപ്പോൾ ഒരു BMY എന്ന പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിട്ടുണ്ട് പോസ്റ്റിൽ തന്നെ. അപ്പം അവിടെ ഈ പറയുന്ന ചില ടൈമിൽ ചില സോഫ്റ്റ്വെയർ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില ഡിലേ ഉണ്ടാവും. എങ്കിലും നമ്മൾ കസ്റ്റമേഴ്സുമായിട്ട് എപ്പോഴും അത് കോൺടാക്റ്റിൽ വെക്കും, കമ്മ്യൂണിക്കേറ്റീവ്. എന്തായാലും നമുക്കൊരു മോസ്റ്റ്ലി ഒരു 6-7 ഒരു 1 വീക്കിനുള്ളിൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. അതും എൻഷുർ ചെയ്യുന്നതും വലിയൊരു കാര്യമാണ്. ഇപ്പോൾ പല ആൾക്കാരും പല കസ്റ്റമേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ബുക്ക് ചെയ്തിട്ട് ചിലപ്പോൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ സാധനം കിട്ടാൻ ഡിലേ ആവുന്നുള്ളത്. കസ്റ്റമേഴ്സിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാറുണ്ട്? നമുക്ക് പല ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനായിരിക്കുമല്ലോ ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ റിട്ടേൺ എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പം ആവശ്യത്തിനും അനാവശ്യത്തിനും ബുദ്ധിമുട്ടിക്കുന്ന കസ്റ്റമേഴ്സും ഉണ്ടാവും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒരു ചേച്ചിക്ക് ഉണ്ടാവാറുണ്ടോ? അല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ടാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. അതായത് ഞാനിപ്പോൾ വിളിച്ചിട്ട് ഞാനിപ്പം അങ്ങോട്ട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് ചിലപ്പോൾ എന്തെങ്കിലും പിൻ കോഡ് ഇഷ്യൂസ് ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ ആ പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ ഞാൻ ഇന്നലെയും കൂടി ഒരു കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാനെങ്കിൽ കാര്യം ചെയ്യും, നമ്മൾ ക്യാഷ് റീഫണ്ട് ചെയ്യാം, പ്രോഡക്റ്റ് വന്നിട്ട് നമുക്ക് തിരിച്ചു തന്നാൽ മതി എന്ന് പറയുമ്പോൾ അവർ പറയില്ല ചേച്ചി ഞങ്ങൾക്ക് ട്രസ്റ്റ്ഫുൾ ആണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ ഒരു 99% നമുക്കങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള നമ്മൾ പറയുമ്പോൾ നമ്മളെക്കാളും കൂടുതൽ ഇപ്പം അത്യാവശ്യം എല്ലാവരും ഇപ്പം ഞാൻ എന്നോട് പറയുകയാണെങ്കിലും നമ്മൾ ഒഫീഷ്യൽ ആയിട്ടുള്ള സംബോധനകളൊന്നും അവിടെ ഇല്ല. ചേച്ചി എന്നാണ് അവർ കൂടുതൽ ആൾക്കാർ എന്നെ വിളിക്കാറുള്ളത്. നമുക്കൊരു ഫാമിലി ബോണ്ടിങ് ചെയ്യാനാണ് കൂടുതലും കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത്. അതും വലിയ കാര്യമാണ്. ഇങ്ങനെ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമ്മൾ ട്രസ്റ്റ്ഫുൾ ആയിട്ട് നിൽക്കുക എന്നുള്ളത്. ഏതൊരു ഏജ് കാറ്റഗറിയാണ് കൂടുതലും നമുക്ക് പർച്ചേസ് ചെയ്യുന്നത്? ശരിക്കും എനിക്കിപ്പോൾ തോന്നുന്നു ഒരു 18 to 45 ആ ഒരു റേഞ്ചിലാണ് സാരീസ് കൂടുതൽ പോകുന്നത്. ഒരു 45 എബോവ് ആണ് അൺസ്റ്റിച്ചസ് എടുത്ത് പോകുന്നത്. ശരിക്കും ആ ഒരു കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികളാണ് സാരീസ് വെയർ ചെയ്യാനായിട്ട് ഇപ്പോൾ താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ ഒരു കുറച്ചൊരു 50 കഴിഞ്ഞ് അവരൊക്കെ വന്നിട്ട് നമുക്ക് പറയുന്നത് നിങ്ങൾ കുർത്തീസ് കൊണ്ടുവരൂ. അവർക്ക് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ട് മാറുന്നത് ആക്ച്വലി പണ്ട് നേരെ തിരിച്ചായിരുന്നു. ഇപ്പൊ ആ ഒരു 45 ഏജ് എബോവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നോർമലി സാരീസ് ചൂസ് ചെയ്യും. ബാക്കിയുള്ള ടീനേജേഴ്സ് ഒക്കെ കുർത്താസ്, അങ്ങനെ അവരുടെ ഒരു എന്താ പറയുക ന്യൂജൻ കൈൻഡ് ഓഫ് ഡ്രസ് ഒക്കെ ആയിരിക്കും. ഇപ്പൊ നേരെ തിരിച്ചു, അവർക്ക് കുറച്ചും കൂടെ കംഫർട്ട് വെയർ ആയി, അവർ നോർമലി ഈ കൈൻഡ് ഓഫ് ഡ്രസ്സസ് ആയി. ഓക്കെ, നമ്മൾ ഈ പറയുന്ന കുർത്താസ് അല്ലെങ്കിൽ അൺസ്റ്റിച്ച്ഡ് വെയറിലും കോട്ടൺ ആണോ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന മെറ്റീരിയൽ? കോട്ടൺ ഉണ്ട്, പിന്നെ അതുപോലെ നമുക്ക് രംഗോളി സിൽക്ക് ഉണ്ട്, കുറച്ച് ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബനാറസി പ്രിന്റ് വരുന്നുണ്ട്. കൂടുതലും നമ്മൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് കൂടുതൽ കൊണ്ടുവരുന്നത്. അതും കസ്റ്റമേഴ്സിന്റെ എൻക്വയറി പ്രകാരം ഇത് കൊണ്ടുവരും. പ്രത്യേക സെഗ്മെന്റ് നമുക്ക് കമന്റിലൊക്കെ വരാറുണ്ട്, ഇതുകൂടി ഇൻക്ലൂഡ് ചെയ്യുമെന്നൊക്കെ. അപ്പൊ നമ്മളത് ശരി. പിന്നെ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതെങ്ങനെയെങ്കിലും നമ്മുടെ സ്റ്റോറിൽ അങ്ങനെ അഡ്വൈസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. എനിക്ക് പേഴ്സണലി വന്ന് മെസ്സേജ് അയക്കും, ചേച്ചി ഈ കളക്ഷൻസ് കൊണ്ടുവന്നാൽ നന്നായിരിക്കും. അങ്ങനെ അഡ്വൈസ് ശരിക്കും കിട്ടാറുണ്ട്. ചില സംശയത്തിൽ ചോദിക്കും, അതല്ലെങ്കിൽ പറയും നിങ്ങൾ കളക്ഷൻസ് കാണിക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ ഇതും കൂടി കാണിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സജഷൻസ് പറയാറുണ്ട്. നമ്മുടെ ഈ കുർത്തി സ്റ്റോറീസിൽ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ഒരു സാരി ഏതായിരിക്കും? നമുക്ക് റീസെന്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെയിൽസ് ഇടുന്നത് നമ്മുടെ സാരംഗി എന്ന് പറയുന്ന മൾട്ടി ഇഷ്യൂ സമൃദ്ധ സുനിൽ ഇൻസ്പയർഡ് ആയിട്ട് വരുന്ന സാരിക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് ഉണ്ടായത്. ഓവറോൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉണ്ടാവുന്നത് നാരായൺ പെട്ട് സാരീസിനാണ്. അത് നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എത്ര പീസൊക്കെ പോയിട്ടുണ്ടാവും ഇത് രണ്ടും? സാരംഗി ഇപ്പോൾ അടുത്തിടെ കൊണ്ട് ഒരു 1000 ഇപ്പോൾ പോയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ പേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്പാച്ചിങ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ നമ്മളൊരു 5-6 തവണ കൂടുതൽ റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. കുറച്ച് നാൾ കൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് അത് തന്നെയാണ് പോകുന്നത്. പിന്നെ നാരായൺപട്ടി സാരീസ് നമ്മൾ പേജ് ഒരു സെയിൽസ് സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ട് നമുക്കുണ്ട്. അതും ഏറെക്കുറെ ആ ഒരു നമ്പർ അനുസരിച്ച് തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പുതിയ കളക്ഷൻസ് വരുന്നതും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും താല്പര്യമുണ്ട്. പീലി, കണ്ണകി എന്നൊക്കെ പറഞ്ഞ പുതിയ കളക്ഷൻസ് വരുന്നത് ഞാൻ തന്നെ സ്വന്തമായിട്ടാ എല്ലാത്തിനും ഇങ്ങനെ ചേട്ടനുമായിട്ട് ഡിസ്കസ് ചെയ്താണോ അതോ സ്വന്തം ഇഷ്ടം? അങ്ങനെ ചേട്ടനോട് ചോദിക്കും, ചേട്ടൻ കുറേ സജഷൻ പറയും, ലാസ്റ്റ് ഞാൻ എൻ്റെ പേര്. അപ്പോൾ ഞാൻ എന്തായാലും ഇത്രയും നേരം സംസാരിച്ചത് വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ
ഏറ്റവും വലിയ സപ്പോർട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയില്ല, ഇവിടെ സൈഡിൽ ഇരിക്കുന്ന ഹസ്ബൻഡാണ്. കാര്യം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ വരുന്ന സമയത്ത് നമ്മളെ മനസ്സിലാക്കാൻ ഒരാൾ വേണമെന്ന് പറയുമല്ലോ. വീഡിയോസിലൊക്കെ കാണുന്നുണ്ട് ഇപ്പം ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നും ഒക്കെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ പല ആൾക്കാരും ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നിടത്ത് ഇവിടെ ആൾ ജോബൊക്കെ റിസൈൻ ചെയ്തിട്ട് നമ്മുടെ കൂടെ വന്നു. ഇപ്പോൾ ആൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, റിസൈൻ ചെയ്തില്ല. നമുക്ക് ആ സിറ്റുവേഷൻസ് മാറി. പിന്നെ ഹസ്ബൻഡ് ഉണ്ട്, അച്ഛനുണ്ട്, അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും അനിയനും എൻ്റെ വൈഫും ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഘട്ടത്തിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അവരാണ്. അങ്ങനെ ഇപ്പം ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട്? ചേട്ടൻ അതേ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എടാ ആള് മറ്റേ പ്രൊമോഷൻ കിട്ടി വിഷമിപ്പിച്ച് തിരിച്ചുകൊണ്ട് നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ട് ഇനി പണിക്ക് വെക്കോളാം. ആ ഒരു ടൈമിലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കിട്ടുക എന്ന് പറയുന്നത്. നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്തു, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് അത് മാറി എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ബിഫോർ വൈൻഡിങ് ഇതുപോലെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇതുപോലെ കുറച്ച് ചിലപ്പം സെയിൽ ഫസ്റ്റ്ലി വന്നില്ലെങ്കിൽ നിർത്തിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് കുറച്ച് ടിപ്സ്, ഒരു ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസിയാണ്. ഞാനിങ്ങനെ ഒരാൾ അഡ്വൈസ് ചെയ്യാൻ പാകത്തിന് ഞാൻ വളർന്നോന്ന് എനിക്കറിയില്ല, എങ്കിലും കൂടി പറയുന്നത് മെയിനായിട്ട് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത്, ഇപ്പോൾ എത്ര വലിയ ആരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഫീൽഡാണ്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് വർക്ക് ചെയ്ത് തന്നാൽ മതി. പിന്നെ എൻ്റെ ഒരു സജഷൻസ് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിനെയോ കണ്ടുകൊണ്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത്. കാര്യം ശരിക്കും പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് വരുന്നത്. പിന്നെ ഇപ്പം നമുക്ക് അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് ഫ്രണ്ട്സോ ഫാമിലീസോ നമുക്ക് പ്രോഡക്റ്റ്സ് മേടിക്കുകയാണെങ്കിൽ കൂടി അവർ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ ആ ഒരു രീതിയിലോട്ട് വരുന്നത്, പ്രൊഡക്റ്റ് വാങ്ങുന്നത്. പക്ഷേ അങ്ങനല്ല, ശരിക്കും സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രോഡക്റ്റ്സിന് ഇഷ്ടപ്പെട്ട സെയിം ആൾക്കാർ വരുമ്പോഴാണ് ശരിക്കും നമ്മളവിടെ ബിസിനസ് റൺ ചെയ്യാൻ തുടങ്ങുന്നത്. അതുപോലെ ഫ്രണ്ട്സിനോട് ഫാമിലീസിനോടോ ഉള്ളൊരു രീതിയിലെന്ന് പറയാൻ, നമ്മുടെ സർക്കിളിൽപ്പെട്ട ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ്സ് മേടിച്ചിട്ടായിരിക്കത്തില്ല നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് ഇടുക, ഒരു കമൻറ്റ് ഇടുക. ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ അത് ഭയങ്കര വലിയ സപ്പോർട്ടാണ്, നമ്മൾ വിചാരിക്കാത്ത പോലും. കാര്യം എൻ്റെ തന്നെ പേജിൽ നമുക്ക് അറിയാത്ത സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കമൻറ്റൊക്കെ എനിക്കറിയാം. പേഴ്സണലി ഇപ്പം എനിക്ക് പേര് പറയാൻ എത്ര പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാം. ആ ഒരു സമയത്ത് ആ സപ്പോർട്ട് നമുക്ക് ഭയങ്കര വലുതാണ്. അപ്പോൾ ഓരോ ലൈക്കും കമൻറ്റും നമുക്ക് കിട്ടുന്ന എനർജിയാണ്. അപ്പോൾ പിന്നെ പറയുന്ന പോലെ ഈ ഒരു പ്രോസസ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ എന്തായാലും സക്സസ്ഫുൾ ആവും. ഇത് ഞാൻ കേട്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് ടിപ്പായിരുന്നു കേട്ടോ. എല്ലാവരും വേറെ നല്ല സ്റ്റോക്ക് എടുക്കുക, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാന്നൊക്കെ പറയുന്നിടത്ത് കുറച്ചും കൂടെ എന്താ ഭയങ്കര നാച്ചുറലായിട്ട് ശരിക്കും ആൾക്കാർ ആഗ്രഹിക്കുന്ന സാധനമാണ് ചേച്ചി പറഞ്ഞു കൊടുത്തത്. ഞാനിപ്പോൾ ഇത്രയും ബിസിനസ് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ എന്താ ഫാമിലിയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഫാമിലി കണ്ടുകൊണ്ട് തുടങ്ങരുത്, അതൊക്കെ ഭയങ്കര കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു ചേച്ചി. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഓരോ ലൈക്ക് ചെയ്തവർ നല്ല മനസ്സിൽ നോക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് നമ്മുടെ കുർത്തി സ്റ്റോറീസ് ഇങ്ങനെ വളരട്ടെ. കുർത്തി സ്റ്റോറീസ് എന്നുള്ള പേര് മാറ്റേണ്ട, അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പുറത്ത് വേറെയും ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടായി നമുക്ക് വേറെ പേര്, ഓരോ സ്റ്റോറീസ് ആയിട്ട് നമുക്ക് വരാം. ജുംക സ്റ്റോറീസ്, സാരി സ്റ്റോറീസ്, അങ്ങനെ മെൻസിന് വേണ്ടിയിട്ട് ഒരു മെൻസ് സ്റ്റോറീസ് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ. അടിപൊളിയാവട്ടെ. എന്തായാലും താങ്ക്സ് ഫോർ ജോയിനിങ് ചേച്ചി. താങ്ക് യു സോ മച്ച്.